ക്ലീറ്റോ ക്ലീറ്റോ ഇങ്ങോട്ട് കൊണ്ടുവന്ന ചിക്കൻ കൊണ്ടുവന്ന് പെരട്ടി വെക്കട്ടെ. നീ അതിന് പരാതി പറയുമല്ലോ. അത് കഴുകി സമയം പോണോ? കഴുകി പിന്നെ വൃത്തിയാക്കാതിരുന്ന മോശമല്ലേ. ഇതെന്നതിനടി ഇത്? ഇതോ? ഇത് നമ്മൾ ആദ്യം ഇങ്ങനെ പെരട്ടി ഒരു അരമണിക്കൂർ വെക്കണം. അല്ല, അപ്പൊ കുക്കറിലിട്ട് വേവിക്കണ്ടേ? കുക്കറിലിട്ട് വേവിക്കണം എന്തിനാ? വേണ്ട, ഇത് നമുക്ക് ആദ്യം അങ്ങോട്ട് പെരട്ടിയിട്ട് വറുത്തിട്ട് പിന്നെ വേവിച്ചാൽ മതി. അത് ചെറുതീയിൽ കിടന്ന് സാവധാനം വേഗം ഫ്രൈ ആക്കണം. ഫ്രൈ ആക്കണം ആദ്യം. പൊടിയാതിരിക്കാനല്ലേ ഇത് അങ്ങനെ ഉണ്ടാക്കണേ. എടി, ഇതിനെ ഒരു പേരിടണം ഈ സാധനത്തിന്. അന്നേരം ഈ ജഡ്ജസ് വരുമ്പോ ഇത് നമ്മളൊരു ഭയങ്കര പേരൊക്കെ പറയുമ്പോൾ അവരിത് കേൾക്കുമ്പോൾ വിചാരിക്കും എന്തോ വലിയ സംഭവമാണെന്ന്. നമുക്കിതിനകത്ത് ചിക്കൻ കൊക്കരക്കോ അതൊക്കെ കേൾക്കുമ്പോൾ അവർ വിചാരിക്കും ഇത് വലിയ. പിന്നെ അവരെന്താ മന്ദബുദ്ധികളല്ലേ? ചിക്കൻ കൊക്കരക്കോ അങ്ങനെ ലോകത്ത് വരില്ല. പിന്നെന്തോ ഇടും ഇതിന്? വേറെ എന്തെങ്കിലും പേര് കാണണം. ചിക്കൻ മുകളായി. ചിക്കൻ മുളക് പൊടി ഇട്ടിട്ട് പിന്നെ മുളകായി എന്ന് പറഞ്ഞ കൊണ്ടിട്ട് ഞാൻ തെക്കുന്നേ. അല്ല, ചിക്കൻ മുകളായി. മുകളെങ്കിൽ മുകള് ഇതിലല്ലേ വെക്കണം. അത് ഞാൻ കഴുകിയെടുക്കാം. മുളക് ചിക്കൻ അത് തന്നെ നീ പറഞ്ഞു. രണ്ടുപേരും കൂടെ ആണോ പാചകം? കൊള്ളാലോ. അല്ല, പാചകമൊക്കെ അവള് തന്നെ. ഞാൻ പിന്നെ ഒരു കയ്യാളായിട്ട് കൂടി എന്നുള്ളതേ ഉള്ളൂ. അല്ല, ഇതൊക്കെ കൊണ്ട് മാർക്കിടാൻ ഇനി എവിടെ പോണം? മാർക്കിടാൻ ഇങ്ങ് പോണ്ട, ജഡ്ജസ് ഇങ്ങോട്ട് വരും. ഈ കഞ്ഞിക്കും മാർക്കിടാൻ ജഡ്ജിമാർ ഇങ്ങോട്ട് വരും. അവർക്ക് വേറെ ജോലിയൊന്നും ഇല്ലേ? അമ്മ, ഇത് നമ്മള് കോടതിയിലിരിക്കുന്ന ജഡ്ജിമാരല്ല. ഈ ടി വിയിലൊക്കെ വലിയ പാചകങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരില്ലേ, ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഉണ്ടല്ലോ, പാചക വിദഗ്ധർ. അവരാണ് വരുന്നത് ജഡ്ജിയെ മാർക്കിടാൻ. അവരെ ജഡ്ജസ് എന്ന് പറയണേ. അത് ശരി. അല്ല ഡി, തക്കിളിമോൾ എവിടെ? തക്കിളിമോൾ പുറത്ത് എവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അല്ല, പിന്നെ ഞാൻ അവിടെ ഒന്ന് കണ്ടിട്ട് വരട്ടെ കേട്ടോ. അവളെന്താ ഉണ്ടാക്കണേ? അമ്മ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താ? പിന്നെ നിന്റെയൊക്കെ നട്ടപ്പിരാന്തിന് കൂട്ടിരിക്കുക എന്റെ തലയ്ക്ക് ഓളം. പോടി അവിടെ നിന്ന്. അല്ല, പോവല്ലേ, നിക്ക്. പിന്നെ അവളെന്താ ഉണ്ടാക്കണേന്ന് പറ. അല്ല, അവള് രാവിലെ അലുവ ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞോണ്ട് അടുക്കളയിലോട്ട് കയറിയതാ. ഞാൻ ഒന്ന് പോയി നോക്കിയിട്ട് വരട്ടെ എന്താ എന്നുള്ളത്. എനിക്കത് അങ്ങോട്ട് അത്രയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഏട്ടാ, എത്ര നേരായി ഞാൻ വിളിക്കണോ? ചൂടൊക്കെ പോയി. ഇങ്ങോട്ട് എന്തായി കഴിഞ്ഞ? എഗ് ബിണ്ടി എങ്ങനെയുണ്ട്? നല്ലത്. അതെ, പറഞ്ഞ പോലെ തന്നെയാണോ ഉണ്ടാക്കിയത്? ഇതിലുള്ള പോലെയൊക്കെ തന്നെ ഉണ്ടാക്കിയത്. ഇതിൽ ഇവര് ചിക്കൻ പിണ്ടി ഉണ്ടാക്കി, ഇതിൽ ഞാൻ മുട്ട പിണ്ടി ഉണ്ടാക്കി. മുട്ട നോക്കാം. നോക്ക്. എവിടെ പോയി? ദൈവമേ, നന്നാവണേ ഈശ്വരാ. എടേ, കൊള്ളൂല. ചുമ്മാ എന്നെ പറ്റിക്കണതാ. ഉപ്പില്ല, മുളകുമില്ല, ഒന്നുമില്ല. എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ സാധനമാണ് നീ മത്സരത്തിന് അയക്കണേ. ഉന്തം കിട്ടും. ഇതേ ഇവിടെ കഞ്ഞി കുടിക്കാൻ പോലും തൊടാൻ പറ്റൂല. ഇല്ലല്ലേ? നിനക്കറിയുന്ന എന്തെങ്കിലും ഉണ്ടാക്കിയാ പോരെന്റെ ജമന്തി. ഇത് കൊള്ളൂലെന്ന്. ഞാൻ ഈ പുസ്തകത്തിലുള്ള പോലെയൊക്കെ തന്നെ ഉണ്ടാക്കിയത്. വെറുതെ കണ്ട മുട്ടയും വാങ്ങി അതിന് കൂടെ ഒഴിച്ച്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഏട്ടാ, ഒരു കാര്യം ചെയ്, വേഗം പോയി ചിക്കൻ മേടിച്ചോണ്ടുവാ. കുന്തം വാങ്ങിക്കും. ഇനി ചിക്കൻ വാങ്ങിക്കാൻ പോണ സമയത്തുണ്ട്. എന്തിനായിട്ടാ? ഇതില് ദേ ഇവര് ചിക്കൻ പിണ്ടിയാ ഉണ്ടാക്കിയേക്കണേ. ഒരു കാര്യമില്ലാതെ ഞാനത് മുട്ടയാക്കിയതാ. ഇനി ചിക്കൻ വാങ്ങിക്കാൻ പോയി അതെല്ലാം ഇവിടെ വന്ന് കൊണ്ടുവന്ന് നോക്കി നീ അതൊക്കെ വെച്ച് വരുമ്പോഴത്തേന് നേരെ ഒരുപാടാവുമെന്ന്. അതല്ല, ചിക്കൻ ഇങ്ങനെ മുറിച്ച് കഴുകി തന്നെ സ്ഥലമില്ലേ, അവിടുന്ന് കുറച്ച് മേടിച്ചോണ്ട് പോയേട്ടാ. പ്ലീസ് ഏട്ടാ, ഞാൻ എന്നെ തോപ്പിക്കില്ലേ ഏട്ടാ, പ്ലീസ്. എന്തായാലും നിനക്ക് കിട്ടൂല. പിന്നെ നമുക്ക് മത്സരത്തിൽ അങ്ങ് മാറാതാണല്ലേ. എന്തിനാണ് ഏട്ടാ? പ്ലീസ്. ഇനി എനിക്ക് സമയം ഉണ്ടാവൂ? സമയമുണ്ട്. അവിടെ ആ കഴുകി തന്നെ സ്ഥലത്തുനിന്ന് മേടിച്ചാ മതി. ഇതിൽ പറഞ്ഞ പോലെ ഞാൻ ഉണ്ടാക്കിക്കോളാം. ചെല്ലി ചെല്ലി പ്ലീസ്. മുട്ടയുടെ കാശും പോയില്ലേ? കാശാണോ വലുത്? 10,000 രൂപ കിട്ടൂലേ? അതുപോലെ. എന്നാലും ഇതൊരു പരാജയമായി പോയല്ലോ. എന്താ ചെയ്യാ?
സതിയൻ